ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് എന്താ പറയാ, എന്റെ അനിയത്തിമാർക്കും അനിയന്മാർക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതലും യൂട്യൂബിന്റെ കമന്റ് ബോക്സിലൊക്കെ വരുന്നത് ഒരു 15 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് താഴെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്ന ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പൊ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചേച്ചി ആ ഒരു ക്രീം ഉപയോഗിക്കാം, എനിക്ക് ഈ സിറം ഉപയോഗിക്കാം, ആ സിറം ഉപയോഗിക്കാം, എനിക്ക് സ്കിൻ കെയർ റുട്ടീൻ പറഞ്ഞു തരും, ഞങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഒരുപാടധികം ഡൗട്ടുകൾ കുട്ടികൾക്കുണ്ട്. അപ്പം എനിക്ക് എന്തായാലും ഒന്ന് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യണം തോന്നി. എൻ്റെ രാവിലെ എൻ്റെ കൈ പൊള്ളിയിടാ ഉണ്ടോ, നമ്മൾ അടുക്കളയിലൊന്ന് പോയതാ കുറച്ച് മുന്നേ കൈ പൊള്ളി. അപ്പം എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് സ്കിൻ കെയർ റൂട്ടീനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം. നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ള് കാണാൻ നോക്കാം, മടി പിടിക്കരുത്. അതുപോലെ ഞാൻ പറയുന്ന അതുപോലെ കേൾക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയാൻ, നിങ്ങളൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 അല്ല 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും തന്നെ നിങ്ങളൊരു ക്ലെൻസർ, മോയ്സ്ചറൈസർ, ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും അല്ലാണ്ട് വേറെ ഒന്നും, ഒരു തരത്തിലുള്ള സിറംസോ ക്രീമുകളോ ഒന്നും നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. പ്രോമിസ്, ഒരു തരത്തിൽ അപ്ലൈ ചെയ്യത്തില്ല എന്നുള്ളത്. നമുക്ക് തോന്നും ഒരുപാട് സിറം അപ്ലൈ ചെയ്ത് നമുക്ക് ക്ലിയർ സ്കിൻ ആവും, ഗ്ലാസ് സ്കിൻ കിട്ടും. ഒരിക്കലും അല്ല. നിങ്ങളിപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ? നല്ല രീതിയിൽ സ്കിന്നിന് നല്ല പ്രായമുള്ളവരുടെ മാതിരി നിങ്ങളുടെ സ്കിന്നായിപ്പോവും. പിന്നീട് എന്താ പറയാ, ലൈഫ് ലോങ് ഭയങ്കരമായിട്ട് നിങ്ങൾ പെട്ടെന്ന് വയസ്സായി പോകുന്ന പോലെ ആയിപ്പോവും. അങ്ങനെ ഒരുപാട് സ്കിന്നിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും ഒരു തരത്തിലുള്ള വേറെ പ്രോഡക്റ്റുകളൊന്നും തന്നെ ഉപയോഗിക്കരുത്. ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അതുപോലെ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് 6 മാസത്തിനപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. പക്ഷെ ആ ഒരു 6 മാസം തൊട്ട് 10 വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങൾ കാണിക്കുന്ന പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. എന്നാൽ സർട്ടിഫൈഡ് അല്ലാത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പറയില്ല. കാരണം ഡെർമറ്റോളജിസ്റ്റുമാർ പറഞ്ഞു തന്ന് പണി കിട്ടിയ ഒരുപാട് പേര് എനിക്കറിയാം. കാരണം ഒരുപാട് എനിക്ക് DMs വരുന്നുണ്ട് ഇതുപോലെ. പക്ഷെ തിരിച്ചു പോയി ചോദിക്കാൻ പേടിയായിട്ട് ചോദിക്കാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ല ഉറപ്പുള്ള ഡെർമറ്റോളജിസ്റ്റിനടുത്ത് മാത്രം അപ്പം അവരുടെ അടുത്ത് മാത്രം ഇതുപോലെ കാണിക്കാൻ നോക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്. ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ബ്രാൻഡുകൾ എന്ന് പറയുന്നത് സെബാമെഡ്, സെറ്റഫിൽ, പിന്നീട് ഉള്ളത് ഫിക്സ്ഡെർമന്റെ ഷാഡോ SPF കിഡ്സ് സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ്, അഫോർഡബിളും ആണ്, അതുപോലെ നല്ലതുമാണ്. പിന്നെ സെറ്റഫിലിന്റെ കിഡ്സ് സൺസ്ക്രീനും നല്ലതാണ്, പക്ഷെ కొంచెం എക്സ്പെൻസീവ് ആണ്. ഫിക്സ്ഡെർമന്റെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെബാമെഡിന്റെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പം നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മേടിക്കുമ്പോൾ അവരുടെ ബ്രാൻഡുകളിൽ നിന്ന്, ഈ 3 ബ്രാൻഡുകളിൽ നിന്ന് മാത്രം മേടിക്കാൻ നോക്കുക. അവരുടെ എസ്പെഷ്യലി കിഡ്സ് എന്ന് എഴുതിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രം മേടിക്കാൻ നോക്കുക. പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലാണ്ട് വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഒരു തരത്തിലുള്ള, എനിക്കിതെല്ലാം ഇനി പറയാനുള്ളത് എനിക്ക് പേരൻസിനോടാണ്. ഒരു തരത്തിലുള്ള വൈറ്റനിങ് ക്രീമുകളോ ഗ്ലോ ക്രീമുകളോ ഒന്നും കുഞ്ഞുങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഒരു വൈറ്റനിങ് ഓയിലോ ഒന്നും തന്നെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യരുത്. എനിക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഇതുപോലെ ഒരു ഭയങ്കര എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ഇരുണ്ട നിറമാണ്, അത് പറ്റത്തില്ല, വെളുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇതുപോലെ വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ച് തേപ്പിച്ച് കൊടുക്കുന്ന സംഭവമായിരുന്നു. സ്കിന്നിൽ നല്ല ഇഷ്യൂ വരും, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകും. കുഞ്ഞു പ്രായത്തിൽ അവരുടെ സ്കിൻ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ ടോൺ എല്ലാവരും അവരവരുടെ സ്കിൻ ടോണിൽ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആക്കാനാണ് നമ്മൾ ഉദ്ദേശം, അല്ലാണ്ട് ഒരിക്കലും വെളുപ്പിക്കാനോ അതൊരു സൗന്ദര്യത്തിന്റെ കാര്യമല്ല. നിങ്ങൾ വെളുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഭംഗിയാവത്തില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാം. നിങ്ങൾ ഒരിക്കലും വെളുക്കാനുള്ള പ്രോഡക്റ്റുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതിന് വലുതാവുമ്പോഴാണെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുമ്പോഴോ ഒരു തരത്തിൽ വെളുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങരുത്. ക്ലിയർ സ്കിൻ കിട്ടണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടണം, ഹെൽത്തി ആയിട്ടുള്ള ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീനെ കാണാൻ പാടുള്ളൂ. അല്ലാതെ വെളുക്കണം, സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങരുത്.
അതുപോലെ 15, ഞാൻ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും സിറംസ്, ഒരു തരത്തിൽ വേറെ ക്രീമുകൾ, മോയ്സ്ചറൈസർ അല്ലാണ്ട് വേറെ ഒരു ക്രീമുകളും, എസ്പെഷ്യലി മോയ്സ്ചറൈസർ ശ്രദ്ധിക്കുക, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് മാത്രം യൂസ് ചെയ്യാം. അല്ലാത്തുള്ള ആക്റ്റീവ്സ് വരുന്ന സൾഫറിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, കോച്ചിക് ആസിഡ്, ഇത് വരുന്ന ഒരു തരത്തിലുള്ള ആസിഡ്സ് വരുന്ന ക്രീമുകളും കുഞ്ഞുങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാണ്, 15 വയസ്സിലുള്ള കുഞ്ഞുങ്ങളൊന്നും ക്രീമുകൾ വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ, വെറുതെ നമ്മൾ തോന്നും ഇത്തിരി നമ്മൾ ഭംഗിയാവും, ഒരിക്കലും ഇല്ല, പണി കിട്ടും. നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടോ, എന്തൊക്കെ അടിപൊളിയായിട്ട് സ്കിൻ മാറ്റാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൺസ്ക്രീനാണ്. കുഞ്ഞുങ്ങളുടെ സൺസ്ക്രീൻസ് ഉണ്ട്, അത് മാത്രം ഉപയോഗിക്കാം. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഏതെങ്കിലും ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷുകൾ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടുള്ള. അതല്ലാണ്ട് വേറെ ഒരു പ്രോഡക്റ്റുകളും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ടിട്ട് ഒന്നിനും അല്ല പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, ഉപയോഗിക്കരുത്. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പണി കിട്ടും. അത് പണി കിട്ടിയ പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ടും കൂടെയാണ്. അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യരുത്. ഇനി 15 വയസ്സിന് ആ ഒരു 13, 14, 15 വയസ്സൊക്കെ നല്ല രീതിയിൽ മുഖത്ത് കുരു വരുന്ന ഒരു പ്രായമായിരിക്കും. ഈ കുരു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കുരു വന്ന് എങ്ങനെയെങ്കിലും മാറ്റണം, എന്തെങ്കിലും സിറം ഒന്നും ഉപയോഗിക്കരുത്. ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് അവർ എന്തെങ്കിലും പറഞ്ഞു തരും, എന്തെങ്കിലും ക്രീമുകളോ മരുന്നുകളോ പറഞ്ഞു തരും. അത് മാത്രമായിട്ട് എനിക്ക് പനിയാകുമോ അത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അല്ലാതെ വേറെ തന്നെ ഒരു പ്രോഡക്റ്റുകളും നെറ്റിൽ കാണുന്നതൊന്നും നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ ലിപ്സ്റ്റിക്കുകളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലിപ് ഗ്ലോസുകളോ ലിപ് ബാമുകളോ ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പറയത്തില്ല, പ്രശ്നങ്ങളൊന്നും പറയത്തില്ല. പക്ഷെ അല്ലാതെയുള്ള സിറംസ് ഒന്നും ഉപയോഗിക്കാൻ ഞാൻ പറയത്തില്ല. ഒരു നിങ്ങൾക്ക് എന്താ പറയുക, സൺസ്ക്രീൻ 15 വയസ്സിന് എബോ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേറെ സൺസ്ക്രീനുകളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. 15 വയസ്സിന് താഴെയുള്ളവർ കഴിവതും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക. 15 വയസ്സ് എബോ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ വേറെ മോയ്സ്ചറൈസറുകളും സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിക്കും. ഒരു 18 വയസ്സ് വരെ ഉള്ളവർക്ക്. എന്നാൽ അപ്പോഴും സിറം ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും സിറംസോ വേറെ വലിയ വലിയ ക്രീമുകളോ ഗ്ലോ ക്രീം അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ക്ലെൻസർ നല്ല ആ ഒരു റൊട്ടീനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കാം. അത് മാത്രം നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുന്നത് പ്രോഡക്റ്റുകൾ മാത്രമല്ല. ഓക്കെ, പ്രോഡക്റ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റില്ല. സ്കിൻ കെയർ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ ഇല്ലാണ്ട് പറ്റുന്ന ഒരുപാട് ടിപ്പുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന വാട്ടർ ബോട്ടിൽ, സിപ്പർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സിപ്പർ ബോട്ടിലാണ്, എൻ്റെ അനിയൻ്റെ ആയിരുന്നു, അവൻ എനിക്ക് തന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നതാണ്. എന്നാലും അതിന് വല്ലാത്ത സൗണ്ടും. അപ്പം ഇതുപോലത്തുള്ള സിപ്പർ ബോട്ടിലുകളോ നിങ്ങളുടെ ബോട്ടിലുകളിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ വെള്ളം നിറച്ച് കുടിക്കാൻ നോക്കുക. സ്കൂളിൽ പോകുന്ന സമയത്തും ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. നിങ്ങളുടെ സ്കൂളിലേക്ക് വെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ, അപ്പൊ അവിടേക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കാം. സ്കൂളിൽ പോകുമ്പോഴേക്ക് നല്ല മടിയായിരിക്കും വെള്ളം കുടിക്കാൻ, പക്ഷെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ സ്കിന്നിനുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ നോക്കാം. അതുപോലെ സമയത്തിന് കിടന്നുറങ്ങുക, സമയത്തിന് എണീക്കും. അപ്പൊ നമുക്ക് തോന്നുന്ന സമയത്തിന് കിടന്നുറങ്ങുന്ന സമയത്തിന് എണീക്കും സ്കിന്നിന് എന്തോ മാറ്റം വരാനാണെന്നുള്ള സംഭവമായിരിക്കും. എന്നാൽ എൻ്റെ പൊന്നു മക്കളെ ഭയങ്കര ഗുണമുണ്ടാവും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനും നല്ല ഗുണമുണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 8ാം ക്ലാസ് വരയ്ക്കാൻ പറയുമ്പോൾ അങ്ങേയറ്റം ഉറങ്ങത്തില്ലായിരുന്നു. ഞാൻ എങ്ങനെ പോയാലും ഒരു 2 മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് ഇതിൽ ഉറങ്ങത്തേ ഇല്ലായിരുന്നു. ആ ഒരു സമയം എനിക്ക് തോന്നുന്നു 8, 9 ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ആ സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് സ്കിന്നിൽ കുരുക്കൾ, സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും നല്ല രീതിയിൽ ഉറങ്ങുക. കൃത്യസമയത്ത് ഒരു 11 മണി 11:30 മാക്സിമം. അതിന് മുന്നേ നിങ്ങൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരില്ല, അപ്പോൾ ഒരു 11 മണി മാക്സിമം വെച്ചിട്ട് നല്ല രീതിയിൽ ഉറങ്ങുക. എന്നിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിന് എനിക്ക് ഒരു 6 മണി 6:30 ആ ഒരു ടൈമിനുള്ളിലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ കഴിവതും കുഞ്ഞു കുഞ്ഞു യോഗ അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ചെയ്യാൻ നോക്കുക. ഒരാഴ്ച ഒരു 3 4 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതായിരിക്കും. ആരോഗ്യത്തിനും ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം ഭയങ്കരമായിട്ടും ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം.
അപ്പം എനിക്കും നല്ല രീതിയിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഉണ്ടായിരുന്ന ഒരു +1 സമയത്താണെങ്കിലും 10-10ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാനൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിച്ചത് ഇതുപോലെ മെഡിറ്റേഷനിലൂടെയും നല്ല ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുമ്പോഴാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് സമയത്തിന് ഉറങ്ങിയിട്ടും സമയത്ത് എണീറ്റിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കാൻ നോക്കുക. സ്ട്രെസ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മെഡിറ്റേഷനിൽ 10 മിനിറ്റോ 5 മിനിറ്റോ സമാധാനമായിട്ട് കണ്ണടച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പീൽ ഓഫ് മാസ്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രബുകളോ ഒന്നും ഉപയോഗിക്കരുത്. മുഖത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞു സ്കിന്നിന് ഭയങ്കര ഡാമേജ്. ഇപ്പൊ വലിയവരാണെങ്കിലും പീൽ ഓഫ് മാസ്കുകൾ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുക്കുന്ന രീതിയിലുള്ള പീൽ ഓഫ് മാസ്കുകളുണ്ടല്ലോ, അതുപോലൊന്നും വലിയവരാണെങ്കിലും ഉപയോഗിക്കരുത്. ഫേസ് സ്ക്രബുകളൊന്നും ഉപയോഗിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നവർക്ക് ബോഡി സൺസ്ക്രീൻ അവൈലബിൾ ആണ്. ബോഡി സൺസ്ക്രീൻ സ്പ്രേസ് അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നന്നായിട്ടുണ്ടാവും. കാരണം കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ ടാൻ അടിക്കും. അപ്പോൾ ആ സമയത്ത് ഈ ബോഡി സൺസ്ക്രീനൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കാം. പിന്നീട് മെയിനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ, ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ സമയത്ത് എണീക്കണം, ഉറങ്ങണം എന്നുള്ള കാര്യങ്ങൾ. ഇത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റം വരും. നമുക്ക് ആരോഗ്യം നന്നാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്കിന്നിൽ ഒരുപാട് മാറ്റം വരുന്നത്. അതുപോലെ കഴിവതും മധുരങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കുക. പെപ്സിയും സോഡയും അതൊക്കെ ആണെങ്കിലും നല്ല ഭയങ്കരമായിട്ട് മുട്ടായി കഴിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് കൊണ്ടുവന്നു. അന്ന് എനിക്ക് സ്കിന്നൊക്കെ നേരെ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മധുരമുള്ള ആഹാരം ഭയങ്കരമായിട്ട് കുറയ്ക്കുക. ഒരുപാട് ഓയിലുള്ള ആഹാരം, ജങ്ക് ഫുഡ്സ് ഒക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടാ. നല്ല രീതിയിൽ എപ്പോഴാണെങ്കിലും അത്യാവശ്യം കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സമയത്തൊക്കെ അല്ലേ കഴിക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഒരുപാടാക്കി കഴിഞ്ഞാൽ ആരോഗ്യത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് മോശം. നമ്മുടെ ആരോഗ്യം എത്ര നന്നായിട്ടിരിക്കുമോ അത്രയും നന്നായിട്ടിരിക്കും നമ്മുടെ സ്കിന്നും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുക. പിന്നെ പറയുമ്പോൾ ഇപ്പം നമുക്ക് നെറ്റിലൊക്കെ ഒരുപാടധികം ക്രീമുകൾ പ്രോഡക്റ്റുകളൊക്കെ കാണും. എന്നാൽ അതൊന്നും ഉപയോഗിക്കരുത്. ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണെങ്കിൽ നിങ്ങൾ ഒരു ഇതും ഉപയോഗിക്കാൻ പാടില്ല. ഒരു 15-16 വയസ്സ് എബോ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എന്താ പറയുക വേറെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും. പ്രോഡക്റ്റുകളെന്ന് ഞാൻ പറയുമ്പോൾ ഇത് തന്നെയാണ്, ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ്. ബട്ട് കിഡ്സിൻ്റെ അല്ലാണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കഴിവതും നിങ്ങൾ സിറംസും ക്രീമുകളൊക്കെ തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം 17 വയസ്സ് എബോ ഉള്ളവർക്കാണെങ്കിലും ഒരു 15-16-17 വയസ്സ് എബോ ഉള്ളവർ ഒക്കെ ആണെങ്കിലും സിറംസ് ഒന്നും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾ മുഖത്തൊന്നും തന്നെ ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾ കഴിവതും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ പറയുന്ന അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാം. നല്ല ഡെർമറ്റോളജിസ്റ്റ് ഉറപ്പുണ്ട് എന്നുള്ള ഡെർമറ്റോളജിസ്റ്റിനെ അടുത്ത് കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. നല്ല പിള്ളേരല്ലേ പറയുന്നത് കേൾക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ടിപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാകും. അതുപോലെ രാവിലെ തണുത്ത വെള്ളം കൊണ്ടൊക്കെ മുഖം കഴുകുന്നത് നന്നായിട്ടുണ്ടാകും. പിന്നീട് തലയിൽ ഒരുപാട് നേരം എണ്ണ വെച്ചേക്കരുത്. എണ്ണ അധികം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് തലയിൽ എണ്ണ വെക്കുമ്പോഴേക്കും ഈ ഭാഗത്ത് കുറെ കുരു വരും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിൽ ഞാൻ കാണുന്ന ഈ ഭാഗത്ത് കുരു വരും, താരനുള്ളത്. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ തലയിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഇവിടെ കുരു വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുടി നമുക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എണ്ണ തേച്ച് വെക്കും. എന്നാൽ ഒരുപാട് അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ള, എണ്ണ തേച്ച് കൊടുത്തു എന്നാൽ ഒരുപാട് എണ്ണ തേച്ച് കൊടുക്കരുത്. കഴിവതും എണ്ണ തേച്ച് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇത്തിരി ഷാമ്പു യൂസ് ചെയ്തിട്ടൊന്ന് കഴുകി കളയാൻ നോക്കുക. ഒരിത്തിരി എണ്ണ മാത്രം തലയിൽ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കുരു വരും. അതുപോലെ താരനൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ ചീപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങൾ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ എണീക്കുമ്പോൾ ബെഡ് ക്ലീൻ ആക്കാൻ നോക്കുക. കഴിവതും നിങ്ങളുടെ തുണികളൊക്കെ വൃത്തിയാക്കി വെക്കാൻ നോക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇപ്പം നമ്മുടെ തലയണയിൽ അഴുക്കുണ്ടെങ്കിലും ബെഡിൽ അഴുക്കുണ്ടെങ്കിലും ബെഡ് കുളമായിട്ടിരിക്കുന്നു, നമ്മുടെ ബുക്ക് കുളമായിട്ടിരിക്കുന്നു, ഇതെല്ലാം സ്കിന്നിനെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് മുഖത്ത് ആവശ്യമില്ലാണ്ട് ചൊറിയുകയോ ഒരു കുരു എങ്ങാനും മുഖത്ത് വന്നാൽ അത് പൊട്ടിക്കാൻ നോക്കുകയോ ചെയ്യരുത്. പൊട്ടിക്കാൻ നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാട് വരും. മുഖത്ത് പാട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ ഹോം റെമഡീസ്, ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഹോം റെമഡീസും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണി കാണുന്ന ഹോം റെമഡീസ് എല്ലാം കൂടെ തേച്ച് കൊടുക്കരുത്.
ഉറപ്പുണ്ടെന്നുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോം റെമഡീസ് മാത്രം തേച്ചു കൊടുക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഹോം റെമഡീസ് എന്ത് പറ്റാൻ, ഇതെല്ലാം എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ തോന്നും. പക്ഷെ ഒരിക്കലും അല്ല, ഇതെല്ലാം കെമിക്കൽസ് ആണ്. നമ്മൾ തൈര്, ലാക്റ്റിക് ആസിഡ്, നാരങ്ങ, സിട്രിക് ആസിഡ്, അമ്മ എല്ലാത്തിനകത്തും ഓരോ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും പലതും, നാരങ്ങയൊന്നും പലതും നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും മുഖത്ത് ചൂടാത്ത സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും തെറ്റുള്ള രീതിയിൽ മിക്സ് ചെയ്തൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഹോം റെമഡീസ്, ഉറപ്പുള്ള ഹോം റെമഡീസ് അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അപേക്ഷയാണ്. കാരണം നല്ല രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാൻ നോക്കാം. പിന്നീട് നല്ല ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ ഒരു നല്ല രീതിയിൽ ടാനും ബോഡിയിലൊക്കെ തേക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ശർക്കരയും പാലും കൂടെ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണല്ലേ. ഇതെല്ലാം ഏജ് ഉള്ളവർക്കും പറ്റും. ശർക്കരയും പാലും നല്ല രീതിയിൽ കുറുക്കിയിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പരുവമാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയാൻ. നൈറ്റ് ടൈമിൽ നല്ല ഗ്ലോ ആയിട്ടും മുഖത്തുള്ള ടാനും ദേഹത്തുള്ള ടാനും ഒക്കെ നല്ല രീതിയിൽ മാറും. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇടാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള. സിറംസും ക്രീമുകളും ഒന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും പരീക്ഷിക്കരുത്. ആവശ്യമില്ലാത്ത ഹാക്കുകളൊന്നും പരീക്ഷിക്കരുത്. കുഞ്ഞു കുഞ്ഞു ലിബാമുകൾ, ലിപ്സ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കുന്നുണ്ട് ഞാനങ്ങനെ പറയത്തില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ഓവറായിട്ടുള്ള എന്താ പറയുക, കുഞ്ഞു പ്രായത്തിലെ ഫൗണ്ടേഷൻ ഒന്നും അധികം ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. കാരണം അത് കാരണം ഇത്തിരി സ്കിൻ ഇഷ്യൂസ് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഞാൻ അത്യാവശ്യം ഏറെക്കുറെ എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. എന്നാലും ഇതൊന്നും ശ്രദ്ധിക്കാൻ നോക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.